ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ. ഇത് നമ്മളുടെ മാരി മൈ ഹസ്ബൻഡ് പോലെ തന്നെ ഒരു ടൈം ട്രാവൽ ഡ്രാമയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അവനൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം അവൻ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോയില്ലേ, അവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഒരു സ്കൂൾ സ്റ്റുഡൻ്റാ. അവനിപ്പോൾ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോയത് എന്തിനാണ്? അവൻ എന്തെങ്കിലും ചേഞ്ച് ആക്കുമോ? അതുകൊണ്ട് അവൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? അവൻ്റെ ലവ് ലൈഫ് അവന് കിട്ടുമോ? അവൻ്റെ പേരൻസായിട്ട് ഒന്നിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നൊരു ക്യൂട്ട് ഡ്രാമയാണ് കേട്ടോ നമ്മളുടെ ഈ സീരീസ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ രണ്ട് ചെറുക്കന്മാരെ കാണിച്ചോണ്ടാ. ഇവർ രണ്ടുപേരും ട്യൂൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുത്തൻ്റെ പേരെന്ന് വെച്ചാൽ യൂൻകോയിൽ എന്നും വേറൊരുത്തൻ്റെ പേര് യൂൻഹോ എന്നാണ്. ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോണം. യൂൻഹോ എന്ന് പറയുന്നവനില്ലേ, അവനാണെങ്കിൽ ചെവി കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സൈൻ ലാംഗ്വേജ് ആണ്. ഇവർ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും നല്ല ബ്രദേഴ്സ് ആണ് കേട്ടോ. രണ്ടുപേർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് തന്നെ ഉണ്ട്. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരോട് സൈക്കിൾ ചവിട്ടി പോകുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാസ്റ്റിലെ കുറച്ച് സീൻസും കാണിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ യൂൻഹോന് ചെവിയും കേൾക്കത്തില്ല, അതേപോലെ തന്നെ സംസാരിക്കാനും പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് അവന്റെ പേരൻസിനും അവന്റെ അച്ഛനും അമ്മയ്ക്കും സെയിം സിറ്റുവേഷൻ തന്നെ. അവർ രണ്ടുപേരും ഊമാളാണ്. അക്കൂട്ടത്തില് നമ്മളുടെ ഈ യൂൻഗോയിലില്ലേ, അതായത് നമ്മുടെ നായകൻ, അവന് മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരും കൂടി ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന്റെ സ്ഥലത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് അവന്റെ പേരൻസ് വർക്ക് ചെയ്യുന്നത് തന്നെ. നമ്മളുടെ ഈ യൂൻഗോയിലില്ലേ, അവനാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരും പുറകിൽ നിന്ന് വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരൻസിന്റെ അടുത്തായിട്ട് ഒരു ലേസർ ലൈറ്റ് ഇങ്ങനെ അടിച്ചു കാണിക്കും. എന്നാലല്ലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ഈ യൂൻഗോയിലിന്റെ പേരൻസ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ ഈ ഊമാളായതുകൊണ്ട് തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവത്തില്ലല്ലോ. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന നമ്മുടെ യൂൻഗോയിലാണ് കേട്ടോ. അവനാണെങ്കിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും, അവനെല്ലാം മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഒരു കണ്ടെയ്നർ പോലത്തെ സ്ഥലത്തായിട്ട് താമസിക്കുന്നതാണ്. ഇവർ നല്ല പാവപ്പെട്ടവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞൊരു വീട്ടിലാണ് നല്ലതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നല്ലതുപോലെ സ്നോഫോളും വരും. അങ്ങനെ നമ്മുടെ യൂൻഗോയിലും അവൻ്റെ ബ്രദറും അവൻ്റെ പേരൻസും ഒക്കെ ചേർന്നിട്ട് അവിടെ സ്നോമാനെയൊക്കെ ഉണ്ടാക്കി നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. യൂൻഹോ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ശ്രദ്ധിക്കും, അവൻ്റെ മുകളിലായിട്ട് കുറച്ച് പൈപ്പുകളൊക്കെ ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുക എന്ന്. ഇത് കാണുന്ന യൂൻകോയിൽ അവൻ്റെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കാല് സ്ലിപ്പായി അവനങ്ങ് താഴെ വീഴും. ഇവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. കാര്യം ഇവൻ ഉറക്കം വിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവനൊരു ഐഡിയ വരും. അവൻ്റെ കയ്യിരിക്കുന്ന ആ ലേസറില്ലേ, അത് വെച്ചിട്ട് അവൻ്റെ പേരൻസിൻ്റെ അടുത്തായിട്ട് നല്ലതുപോലെ സിഗ്നൽ കാണിച്ചു കൊടുക്കും. വേഗം തന്നെ നമ്മുടെ യൂൻകോയിലിൻ്റെ അച്ഛൻ വന്നിട്ട് യൂൻഹുവിനെ വന്ന് അങ്ങ് രക്ഷിക്കും. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും നല്ല സേഫായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ നായകനായിട്ടുള്ള യൂൻഗോയിലില്ലേ, അവൻ്റെ അച്ഛനോട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനും എൻ്റെ ബ്രദറും കൂടി ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ അച്ഛനെ ആരെയായിരിക്കും ആദ്യമേ രക്ഷിക്കുന്നത്? എന്നെ ആയിരിക്കോ ഇവനെ ആയിരിക്കോ? ഇത് കേൾക്കുന്നേയും അവൻ്റെ അച്ഛനാണെങ്കിൽ എന്തോ ഒരു റിപ്ലൈ കൊടുക്കും. എന്നാൽ അതെന്താണെന്ന് നമ്മളെ കാണിക്കത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ഈ സ്ഥലം സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും താമസ സ്ഥലം മാറുന്നതാണ്. അവരെങ്ങനെ വേറൊരു സ്ഥലത്തായിട്ട് വരും. അവിടുത്തെ ആണെങ്കിൽ ഓണർ ലേഡി ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മളുടെ യൂൻഗോയിലിനെയും അവരുടെ ഫാമിലിനെയും നല്ലതുപോലെ വെൽക്കം ഒക്കെ ചെയ്യും. എങ്കിലും അവർ ഇവരെയാണെങ്കിൽ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. ഈ വീട് കുറേ കാലമായിട്ട് പൂട്ടി കിടക്കുമായിരുന്നു, നിങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻഗോയിലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഈ ലേഡി ആണെങ്കിൽ ഇവരെ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കും. എന്നാൽ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇവരെന്താണോ പറഞ്ഞത് അത് മാറ്റി പറയും. അതായത് ഇവർക്ക് നമ്മളിവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്, അവർ നമ്മളെ നല്ലതുപോലെ വെൽക്കം ചെയ്യുക എന്ന്. അങ്ങനെ വേഗം തന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ അവരുടെ ആ വീട്ടിലായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ലേഡിയാണെങ്കിൽ നോക്കുമ്പോൾ എന്തുവാ, അവിടെ ഒരു ബോക്സിലായിട്ട് ഒരുപാട് ട്രോഫീസും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിക്കുന്നു. ഇത് കാണുന്നേ അവർ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവർ വിചാരിക്കും, എന്നാലും ഈ യൂൻഗോയിൽ ഇത്രയ്ക്കും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണോ എന്ന്. യഥാർത്ഥത്തിൽ അവൻ നല്ല സ്മാർട്ടാണ് കേട്ടോ. വേഗം തന്നെ ഈ ലേഡിയാണെങ്കിൽ ഇവരുടെ മോനെ വിളിച്ചിട്ട് പറയും, അതായത് പുതുതായിട്ട് താമസിക്കാൻ വന്ന വീട്ടിലെ ചെറുക്കൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്ന്. ആ ലേഡിയുടെ മോൻ്റെ പേരാണ് ബിയു. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോയിലില്ലേ, അവൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ്റെ അമ്മയും അച്ഛനൊക്കെ ചേർന്നിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തേക്കുന്നതാണ്. അതായത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അവിടെ ലൈറ്റാണ് കേട്ടോ കത്തുന്നത്. അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ പേരൻസ് ആണെങ്കിൽ ഇവന്മാർ രണ്ടുപേർത്തും പറയും, നിങ്ങൾ രണ്ടുപേരും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലോട്ട് വന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് തരാം എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ആണെങ്കിൽ ആരോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കും. നോക്കുമ്പോൾ ആരാ, നമ്മളുടെ ആ ഓണർ ലേഡിയുടെ മോനായിട്ടുള്ള ബിയുവും ആണ്. അവനാണെങ്കിൽ നമ്മുടെ നായൻ ചെറുക്കൻ്റെ
അമ്മയും അച്ഛനില്ലേ അവർക്കാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ഞാൻ ഇവൻ്റെ കൂടെ ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇവനെ വിളിച്ചോണ്ട് പൊക്കോട്ടെ എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ പറയും വേണ്ട വേണ്ട, ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് വന്നോളാം എന്ന്. ഉടനെ ഈ ചെറുക്കനാണെങ്കിൽ പറയും അതിൻ്റെ ആവശ്യമില്ല, അവനാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവനുമായിട്ട് കൂട്ടുകൂടണമെന്നില്ല, എനിക്ക് നീയുമായിട്ട് ഫ്രണ്ട് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ മെസ്സേജ് അയക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻകോയിൻ്റെ പേരൻസ് പറയും എന്നാൽ പിന്നെ ശരി, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കളിച്ചിട്ടൊക്കെ വന്നോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി സൈക്ലിങ്ങിനായിട്ട് പോകുന്നതാണ്. ഈ ബിയൂങ്ങിന് വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാവരും കൂടി ആയിട്ടാണ് ഇവരിപ്പോൾ കളിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ പോകുന്നേയും ഒരു ഇൻസ്ട്രുമെൻസ് ഒക്കെ വെക്കുന്ന ഒരു കടയുടെ മുമ്പിലായിട്ട് വന്നങ്ങ് നിർത്തും. അപ്പോൾ നമ്മളുടെ യൂൻകോയിൽ ചോദിക്കും എന്ത് പറ്റി നിങ്ങളിവിടെ നിർത്തിയത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ബിയൂങ് പറയും നീ കണ്ടില്ലേ, ഈ കടയ്ക്കകത്താണെങ്കിൽ ഒരപ്പൂപ്പനുണ്ട്, അങ്ങേര് ഭയങ്കര വില്ലനാണ്, അയാളെ പറ്റി ഞാൻ കേട്ടേന്ന് വെച്ചാൽ അയാൾ കൊച്ചുങ്ങളെല്ലാം പിടിച്ച് തിന്നു കളയുമെന്ന. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിൽ ഭയങ്കര ഒരു പേടിച്ചു പോകും. അതേസമയം തന്നെ ഈ അപ്പൂപ്പനും പുറത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ കണ്ട നല്ല ടിപ്പ് ടോപ്പായിട്ടായിരിക്കുന്നത്. ഇത് കാണുന്ന യൂൻകോയിൽ ചോദിക്കും ഇങ്ങനെ കണ്ടിട്ടാണോ ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെല്ലാവരും കൂടി അടുത്തുള്ള ഒരു ഗെയിമിംഗ് ഷോപ്പിലായിട്ട് പോയി നല്ലതുപോലെ വീഡിയോ ഗെയിമൊക്കെ കളിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻകോയിലിൻ്റെ അച്ഛനാണെങ്കിൽ ഇവന് കോൾ ചെയ്യും, അതും വീഡിയോ കോളാണ് കേട്ടോ. എന്നിട്ട് പറയും വേഗം തന്നെ നീ വീട്ടിലോട്ട് വരണമെന്ന്. അങ്ങനെ നമ്മളുടെ യൂൻകോയിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. ഇത് കാണുന്നേയും നമ്മളുടെ ഈ ബിയൂങ്ങിൻ്റെ കൂടെയുള്ള ചെറുക്കന്മാരില്ലേ അവർ പറയും എനിക്കാണെങ്കിൽ ഇവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല, നീ എന്തിനാ അവനുമായിട്ട് കൂട്ടുകൂടിയത് എന്ന്. ഉടനെ തന്നെ ബിയൂങ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവൻ്റെ കൂടെ വെറുതെ കൂട്ടുകൂടി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവൻ എന്താവശ്യമാണെന്നൊന്നും പറയത്തില്ല, ഇവനിപ്പോൾ വില്ലന്മാരെ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരുടെ സ്കൂളിലാണ്. നമ്മുടെ യൂൻകോയിൽ നല്ല ബ്രില്യൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് പറയും മോനെ നീ ഇത്തവണയും നല്ലതുപോലെ സ്കോർ ചെയ്യണം എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ബിയൂങ് ആണെങ്കിൽ ഒട്ടും പഠിക്കത്തില്ല. അപ്പോൾ ടീച്ചർ പറയും പഠിക്കാത്ത കുട്ടികളുടെ എല്ലാം ശ്രദ്ധിക്കും, നല്ലതുപോലെ മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരോടും പുറത്തിറങ്ങി നടക്കുന്നതാണ്. നമ്മുടെ യൂൻകോയിലാണെങ്കിൽ ബിയൂങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നീ ആണെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഉടനെ തന്നെ ബിയൂങ് പറയും നിനക്ക് എന്തോ തോന്നുന്നത് ഞാൻ പഠിക്കുന്ന ടൈപ്പാണെന്നോ, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം, നാളത്തെ എക്സാമിന് നിൻ്റെ പേപ്പറിനകത്ത് എൻ്റെ പേരെഴുതണം, അതേപോലെ തന്നെ ഞാൻ എൻ്റെ പേപ്പറിൽ നിൻ്റെ പേരെഴുതും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഒരു മന്ദബുദ്ധിയാണ്. ടീച്ചേഴ്സിന് അല്ലെങ്കിലും മനസ്സിലാവത്തില്ലേ ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ ബിയൂങ്ങിനില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിലില്ല, അവന് എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അടുത്ത ദിവസം എക്സാം ആവും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ബിയൂങ് യൂൻകോയിലിൻ്റെ കാലിലായിട്ട് തട്ടിയിട്ട് പറയും നീ എൻ്റെ പേര് എഴുതുക എന്ന്. എന്നാൽ നമ്മുടെ യൂൻകോയിലാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അതിൻ്റെ പേരിൽ തന്നെ അവനും അതേപോലെ തന്നെ ബിയൂങ്ങും വലിയ ശത്രുക്കളാവും. ഈ ബിയൂങ് ആണെങ്കിൽ നമ്മളുടെ യൂൻകോയിലിനെ മാക്സിമം ടോർച്ചർ ചെയ്യും. എന്നിട്ട് പറയും നീ നോക്കിക്കോ, നീ എന്നെ സഹായിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് നിന്നെ നിൻ്റെ പേരൻസിനെയൊക്കെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിപ്പിക്കുമെന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിലിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇതെല്ലാം സഹിക്കാൻ റെഡിയായിരുന്നു. അവൻ്റെ ദേഹത്തായിട്ട് ഈ ബിയൂങ്ങും അവൻ്റെ ഫ്രണ്ട്സും കൂടി വെള്ളമൊക്കെ കോരി ഒഴിക്കും. അങ്ങനെ നമ്മളുടെ യൂൻകോയിൽ ഭയങ്കര വിഷമത്തിൽ നനഞ്ഞു കുളിച്ചിങ്ങനെ നടന്നു വരുക. അവനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനൊരു സ്ഥലത്തായിട്ട് വന്നിരിക്കും. അത് വേറെ എവിടെയല്ല, മറ്റേ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ വിൽക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ കടയില്ലേ അതിൻ്റെ മുമ്പിലായിട്ടാണ്. ഇവനെ കാണുന്ന ഈ അപ്പൂപ്പന് ഭയങ്കര സങ്കടം തോന്നും. അയാൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ കയ്യിലായിട്ടൊരു ടവൽ കൊടുക്കും. എന്നിട്ട് പറയും നീ നല്ലതുപോലെ തലയൊക്കെ തോർത്ത് ഈ കോലത്തിൽ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പേരൻസ് എല്ലാം പേടിച്ചു പോവുക എന്ന്, നിനക്ക് വേണമെങ്കിൽ അകത്തോട്ടും വരാം എന്നും പറഞ്ഞിട്ട് അയാൾ നമ്മളുടെ യൂൻകോയിലിനെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യും. ഇവനാണെങ്കിൽ അകത്ത് കയറി വന്നിട്ട് ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അപ്പൂപ്പൻ പറയും നീ എന്നെ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, എല്ലാവരും എന്നെ പറ്റി പറയുന്ന റൂമേഴ്സാണ്, ഞാനൊരു കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ ആ അപ്പൂപ്പൻ ചോദിക്കും നിന്നെ ആരാ ഈ കോലത്തിലാക്കിയത്? അപ്പം നമ്മളുടെ യൂൻകോയിൽ പറയും അത് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരാ എന്ന്. അപ്പം അപ്പൂപ്പൻ പറയും എനിക്കറിയാം, ആ തലതെറിച്ച പിള്ളേരല്ലേ, അവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, നീയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ നിൻ്റെ വീട്ടിൽ പോയി ഇക്കാര്യം പറയാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിൽ പറയും ഞാനെന്നതിനെ വെറുതെ എൻ്റെ വീട്ടിൽ പോയി ഇതൊക്കെ സംസാരിക്കുന്നേ, അവരെ വെറുതെ ടെൻഷൻ ആക്കാനൊന്നും എനിക്കൊരാഗ്രഹവും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ അപ്പൂപ്പന് മനസ്സിലാവും നമ്മുടെ യൂൻകോയിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ചെറിയ കുട്ടിയാണ് എന്ന്. ഉടനെ തന്നെ ആ അപ്പൂപ്പനാണെങ്കിൽ നമ്മളുടെ യൂൻകോയിലിന് ഒരു ഓഫർ കൊടുക്കും, നീ എന്തുകൊണ്ട് ഗിത്താർ പഠിച്ചുകൂടാ? ഗിത്താർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിനക്കൊരു പക്ഷേ അത് ഇഷ്ടപ്പെടുവാന്നാ, ഗിത്താർ പഠിച്ചാൽ നിൻ്റെ ജീവിതം തന്നെ മാറും എന്നൊക്കെ ഈ അപ്പൂപ്പൻ പറയും. അവസാനം നമ്മളുടെ യൂൻകോയിലാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും.
ചെയ്യാം, അവനവൻ്റെ വീട്ടിൽ വന്നിട്ട് സീക്രട്ടായിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. നമ്മളുടെ യൂൻകോലിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് നേരെ വന്ന് ഗിത്താർ പഠിക്കുക എന്നുള്ളതാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ വായിക്കുകയും ചെയ്യും. അതേ കൂട്ടത്തിൽ തന്നെ ഇവൻ്റെ ആ ഫ്രണ്ടായിട്ടുള്ള ബിയോങ് ഇല്ലേ, അവനാണെങ്കിൽ ഇവനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. ഇവൻ്റെ കയ്യിൽ കിട്ടുന്ന ബുക്കും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കൊണ്ടിടുക, ഇവനെ നല്ലതുപോലെ വീഴ്ത്തുക, അങ്ങനെയുള്ള പല പണികളും അവൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ യൂൻകോലിനെ ബാധിക്കുന്നതേ ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഇപ്പം നല്ല കിടിലമായിട്ട് ഗിത്താറൊക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഇവൻ്റെ ഹൗസ് ഓണറിൻ്റെ വീട്ടിലായിട്ട് ചെല്ലും. എന്നിട്ടാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കാണിച്ചിട്ട് ചോദിക്കും, ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു കാര്യം അറിഞ്ഞായിരുന്നു, നമ്മൾ ഒരു ഹൗസിലോട്ട് റെൻറ്റിന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെൻ്റ് എഴുതണം. ആ എഗ്രിമെൻ്റ് തീരുന്നതിന് മുന്നേ അതിൻ്റെ ഓണറിന് നമ്മളെ അടിച്ച് പുറത്താക്കാനുള്ള ഒരു റൈറ്റും ഇല്ല എന്ന്. സത്യം പറഞ്ഞ് ഇവൻ ഇതൊക്കെ പറയുന്നതേ അവിടെയായിട്ട് ആ ബിയോങ് നിൽക്കുമായിരുന്നു. അവൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്നേയും നമ്മുടെ ബിയോങ്ങിൻ്റെ അമ്മ ചോദിക്കും, അതെ അത് സത്യമാണ്, ഇപ്പം എന്തിനാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെ അടിച്ച് പുറത്താക്കുന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ യൂൻകോയിൽ പറയും, അത് ഞാൻ ഈ ഒരു ലോയിനെ പറ്റി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് ഇറങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആ മുത്തശ്ശൻ്റെ അടുത്തായിട്ട് നമ്മുടെ യൂൻകോയിൽ ഗിത്താർ പഠിക്കാൻ വരുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ കിടിലമായിട്ട് ആ ഗിത്താറൊക്കെ വായിക്കുന്നത്. ഉടനെ തന്നെ അപ്പൂപ്പൻ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത് നിൻ്റെ വീട്ടിൽ മറച്ചു വെച്ചേക്കുന്നത്, നിനക്ക് നിൻ്റെ വീട്ടിൽ പറഞ്ഞൂടെ നീ ഗിത്താർ പഠിക്കുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂൻകോയിൽ പറയും, എനിക്കത് പറയാൻ ഒട്ടും താല്പര്യമില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യുന്നത് എൻ്റെ പേരൻസിന് കേൾക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അത് അവർക്ക് സങ്കടമാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറയാത്തേ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻകോയിലാണെങ്കിൽ ഇപ്പോൾ കിടിലായിട്ട് ഗിത്താറൊക്കെ വായിക്കുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഗിത്താറിൽ തന്നെ ഒരു പ്രോ ആയിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്പൂപ്പനാണെങ്കിൽ പറയും, നിനക്ക് ഞാനൊരു പാട്ട് തരാം, ആ പാട്ടിനെ നീ നില കിടിലമായിട്ട് വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു പ്രസൻറ്റ് തരുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഒരു ഗിത്താർ ചൂണ്ടിക്കാണിക്കും. സത്യം പറഞ്ഞാൽ ആ ഗിത്താർ നമ്മുടെ യൂൻകോലിന് ആദ്യമേ തൊട്ടേ നോട്ടമുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അത് കേൾക്കുന്നതിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവനാണെങ്കിൽ നല്ലതുപോലെ സന്തോഷിച്ച് വീട്ടിലോട്ട് വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ബിയോങ് ഇല്ലേ, അവനാണെങ്കിൽ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ തന്നെ അവന് പണിഷ്മെൻറ്റ് കൊടുത്തേക്കുക. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല മാർക്കൊന്നും എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ ആ ബോർഡിൽ എഴുതിയേക്കുന്നത് തന്നെ ഇനി മുതൽ അടുത്ത എക്സാമിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കുമെന്ന്. ഇവനിങ്ങനെ തണുത്തുറഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ നമ്മളുടെ യൂൻകോലിന് ഭയങ്കര സങ്കടം തോന്നും. അവനാണെങ്കിൽ കയ്യിലിരുന്ന് ഒരു കോട്ട് എടുത്ത് ഇവൻ്റെ ദേഹത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നാൽ ഈ ബിയോങ്ങിനാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അവൻ പറയും, എനിക്ക് നിൻ്റെ കൂറ കോട്ടൊന്നും വേണ്ട, എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. എന്നാൽ നമ്മുടെ യൂൻകോയിൽ അത് വാങ്ങിക്കത്തൊന്നുമില്ല. അവൻ വേഗം തന്നെ അവൻ്റെ വീട്ടിലായിട്ട് പോകും. ചെന്ന് കയറുന്നതും അവൻ്റെ പേരൻസ് പറയും, മോനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം, നീ ആണെങ്കിൽ ഇവിടെ തന്നെ കാണണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനുവിനിപ്പോൾ നല്ല പനിയാണ്, അവന് ഞങ്ങൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അവൻ കിടന്ന് ഉറങ്ങുക, അതുകൊണ്ട് നീ അവനെ നോക്കി ഇവിടെ തന്നെ വേണമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻകോയിലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം കഴിയുന്നേ നമ്മുടെ ഈ ബിയോങ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിരിക്കുന്ന നമ്മുടെ യൂൻകോയിലിൻ്റെ കോട്ടില്ലേ, അതിനെ എങ്ങനെയെങ്കിലും അവൻ്റെ വീടിൻ്റെ അകത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ തന്നെ എന്തുവാ അവിടെ ഇട്ടൊരു സിഗരറ്റ് കിടപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ആ സിഗരറ്റിനെ എടുത്ത് ഇവരുടെ വീട്ടിലായിട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കും. നമ്മളെ യൂൻകോയിൽ ഇതൊന്നും അറിയത്തില്ല. അവനാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അസുഖം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലോട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണെങ്കിൽ യൂനുവിന് ഇപ്പോൾ പനിയൊക്കെ കുറവുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളെ യൂൻകോയിൽ വിചാരിക്കും, ഇനിയിപ്പോൾ ഇവനെൻ്റെ ആവശ്യമില്ലല്ലോ, ഞാനെങ്കിൽ പിന്നെ ഗിത്താർ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഗിത്താർ എടുത്തങ്ങ് ഇറങ്ങും. അവനാണെങ്കിൽ ആ മുത്തശ്ശൻ്റെ കടയിലായിട്ട് വരും. എന്നാൽ ആ കട ക്ലോസ്ഡ് ആയിരുന്നു. ഇവന് മനസ്സിലാവത്തില്ല ഈ അപ്പൂപ്പനിപ്പോൾ എവിടെ പോയേക്കുക എന്ന്. അവനാണെങ്കിൽ ഒരുപാട് തവണ ഫോണിലൊക്കെ വിളിക്കും, എന്നാൽ ആ അപ്പൂപ്പൻ ഫോണൊന്നും എടുക്കത്തില്ല. നമ്മുടെ യൂൻകോയിലാണെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യും. എന്നാൽ അപ്പോഴാണെങ്കിൽ നമുക്ക് കാണിക്കും, അതായത് ഈ അപ്പൂപ്പനാണെങ്കിൽ കുറേ മരുന്നൊക്കെ കഴിച്ചിട്ട് അവിടെ ബോധം കെട്ടി കിടക്കുവാണ്. യഥാർത്ഥത്തിൽ ഈ അപ്പൂപ്പൻ ഇപ്പോൾ മരിച്ചു പോയി കേട്ടോ. അതേസമയം തന്നെ വേറൊരു കാര്യം നടക്കും. അതായത് നമ്മുടെ യൂൻകോയിലെ വീട്ടിലായിട്ട് ആ ബിയോങ് സിഗരറ്റ് എടുത്ത് എറിഞ്ഞില്ലായിരുന്നോ, അതാണെങ്കിൽ കർട്ടനാണെങ്കിൽ ഇങ്ങനെ തട്ടി 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 അവസാനം അവിടെയായിട്ട് തീ അങ്ങ് പിടിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂൻകോയിലിൻ്റെ പേരൻസ് വരുന്നതാണ്. അവർ വരുമ്പോൾ എന്തോ വീട് മൊത്തവും തീ പിടിച്ച് കത്തുവാണ്. പാവം അവൻ്റെ പേരൻസിനാണെങ്കിൽ ഇപ്പോൾ നില വിളിക്കാൻ കൂടി പറ്റത്തില്ല. അവിടെയാണെങ്കിൽ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് എല്ലാവരും തീയൊക്കെ അണയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. എന്നാൽ ഇവിടെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വേഗം തന്നെ ഫയർഫോഴ്സിലുള്ളവർ നമ്മുടെ യൂനുവിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. ഇത് കാണുന്നേ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ വന്നിട്ട് ചോദിക്കും, പറ്റത്തില്ല, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അതിലൊരാളെ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂൻകോയിലിൻ്റെ അച്ഛൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് സൈൻ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ഫയർഫോഴ്സ് അവിടെ പറയും, അല്ല, അവിടെ ആകെപ്പാടെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിലിൻ്റെ അച്ഛൻ അത് സമ്മതിച്ചു കൊടുക്കുമെന്നാണോ. വേഗം തന്നെ അയാളുടെ മൂത്ത മോനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ തീയുടെ അകത്തോട്ടങ്ങ് കയറും. അയാൾ ഒരുപാട് കഷ്ടപ്പെടും. അതേസമയം
സമയം തന്നെ നമ്മുടെ യൂൻഗോലിനെ കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് നടന്നു വരുവാണ്. അവിടെ അത്രയും ആൾക്കാരെ കണ്ട് അവൻ ഞെട്ടിപ്പോവും. വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ വലിയ തീ പിടിച്ചേക്കുക. ഇവൻ്റെ അമ്മ ഇവനെ കാണുന്നേ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കും. എന്നിട്ട് കരഞ്ഞോണ്ട് പറയും, നീ എവിടെ പോയേക്കുമായിരുന്നു? നീ ആ വീടിനകത്ത് ഉണ്ടെന്ന് കരുതി നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ തേടി അകത്തേക്ക് പോയേക്കുക. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയട്ടെ. ഇവർ നല്ലതുപോലെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ അങ്ങ് തകർന്നു പോവും. അവൻ വിചാരിക്കും അവനവൻ്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയെന്ന്. പെട്ടെന്ന് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ മുന്നേ ഒരു ദിവസം അവൻ്റെ അച്ഛനടുത്ത് ചോദിക്കത്തില്ലേ, ഞാനും എൻ്റെ ബ്രദറും കൂടി ആപത്തിലായി കഴിഞ്ഞാൽ അച്ഛൻ ആരെയായിരിക്കും ആദ്യമേ രക്ഷിക്കുന്നേ എന്ന്. അവിടെ അവൻ്റെ അച്ഛൻ ആദ്യമേ കൊടുത്ത മറുപടി എന്താണെന്നറിയാവോ? ഒബ്വിയസ്ലി നിന്നെ തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ ഫാമിലിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ആളല്ലേ. നിനക്ക് മാത്രമല്ലേ ഞങ്ങൾ 4 പേരിലും സംസാരിക്കാനുള്ള കഴിവുള്ളൂ. നീയാണ് ഞങ്ങളുടെ ഫാമിലിനെ ഈ ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത്. നിനക്ക് മാത്രമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നേ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളുടെ യൂൻഗോയിലിന് ഭയങ്കര സങ്കടമായിരുന്നു. അവൻ അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വേഗം തന്നെ നമ്മളുടെ ഫയർഫോഴ്സ് വന്നിട്ട് അവൻ്റെ അച്ഛനെയും അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരും. ഇവരെല്ലാവരോടും ചേർന്നിട്ട് ഇവൻ്റെ അച്ഛനെയും അനിയനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവത്തില്ല ഇവിടെ എങ്ങനെയാണ് തീ പിടിച്ചത് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള ഒരു സംഭവം ആ വീട്ടിലില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഓണർ ലേഡി ഇല്ലേ, അവരാണെങ്കിൽ അവരുടെ മോൻ്റെ അടുത്ത് നിൽക്കുക. ഇവനാണെങ്കിൽ അവൻ്റെ പാൻറ് തന്നെ നനയ്ക്കും. ഇത് കാണുന്നത് അവർക്ക് മനസ്സിലാവും, അതായത് ഇവരുടെ മോൻ തന്നെയാണ് ഈ പണി ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോയിലിൻ്റെ അച്ഛനൊക്കെ ആശുപത്രി കിടക്കുന്നേ. നമ്മളുടെ ഈ ഓണർ ലേഡി വന്നിട്ട് അവരെ നല്ലതുപോലെ വഴക്ക് പറയുന്നതാണ്. അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം, അതായത് അവരുടെ വീട് തീ പിടിക്കാനുള്ള റീസൺ അവരുടെ മോൻ തന്നെയാണ്. എങ്കിലും അവർ കുറ്റം മൊത്തം നമ്മളുടെ യൂൻഗോയിലിൻ്റെ പേരൻസിൻ്റെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് അവർ പറയും, ഇനി എഗ്രിമെൻറ്റും കാര്യമൊന്നും നോക്കണ്ട, മര്യാദയ്ക്ക് എൻ്റെ വീട് ഒഴിഞ്ഞു തന്നോണോ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലിനും ഭയങ്കര സങ്കടമാവും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരോട് ചേർന്നിട്ട് അവിടെ എല്ലാം നല്ലതുപോലെ പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് മാറാനായിട്ട് ഒരുങ്ങുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ആ അപ്പൂപ്പൻ്റെ കാര്യം ഓർമ്മ വരും. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, എനിക്ക് ഏറ്റവും അടുത്ത ഒരാളുടെ അടുത്ത് യാത്ര പറയേണ്ടതായിട്ടുണ്ട് അച്ഛൻ, ഞാനതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളുടെ യൂൻഗോയിൽ ആ കടയിലായിട്ട് വരുന്നതും അവൻ കണ്ട് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൂപ്പൻ മരിച്ചതിൻ്റെ പേരിൽ അവിടെയായിട്ട് ഈ സിമ്പലൊക്കെ ഇട്ടിട്ടില്ലേ, അതെല്ലാം വെച്ചിട്ടുണ്ട്. അവൻ ഭയങ്കരമായിട്ടും കരയും. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു ലേഡിയും അതേപോലെ തന്നെ ഒരു കുഞ്ഞും വരും. ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മളുടെ യൂൻഗോയിലിനെ ശ്രദ്ധിക്കും. അവൻ നിന്ന് കരയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആ നിന്നിരുന്ന മ്യൂസിക് ഷോപ്പില്ലേ, അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് വേറൊരു ബിൽഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടേക്ക് തന്നെ ഒരു ലേഡിയും അതേപോലെ തന്നെ ഒരു പെണ്ണും വരും. ഈ പെണ്ണിൻ്റെ കയ്യിലായിട്ട് ഒരു വലിയ സെല്ലോയും ഉണ്ട് കേട്ടോ. ആ ലേഡീനെ കാണുന്നത് നമുക്ക് മനസ്സിലാവും. ആദ്യമേ നമ്മളുടെ യൂൻഗോയിൽ വന്നപ്പോൾ ആ കടയിലായിട്ട് വന്ന് കയറിയ ലേഡിയില്ലേ, അവരെ പോലെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. ഇവരാണെങ്കിൽ അവരുടെ മോളെ അകത്തോട്ട് വിളിച്ച് കയറ്റുവാണ്. ഈ പെണ്ണിൻ്റെ മുഖമൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാണിക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രസന്റ് ടൈമാ. അവിടെ നമ്മളുടെ യൂനുവും അതേപോലെ തന്നെ യൂൻഗോയിലില്ലേ, ഇവന്മാർ രണ്ടുപേരോട് ചേർന്നിട്ട് മാർഷ്യൽ ആർട്സ് ഒക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനു ആണെങ്കിൽ ഇതിനകത്ത് പ്രോയാണ് കേട്ടോ. അവനാണെങ്കിൽ ഇതിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പ്രസന്റ് സീനാണ്. അതായത് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതാണോ കാണിച്ചത് അതേ സീൻ. ഇവിടെ ഇപ്പോൾ യുവമാർ രണ്ടുപേരോട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നേക്കുന്നത്. നമ്മുടെ യൂനു ആണെങ്കിൽ ഇതൊന്നും കെയർ ചെയ്യാണ്ട് അവനിങ്ങനെ ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ പറയും, നിൻ്റെ ചാമ്പ്യൻഷിപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുക, അപ്പോഴാണോ നീ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്ന്. എന്നാൽ യൂനു പറയും, ഓ അതിനൊക്കെ ഇപ്പോൾ എന്തുവാ, എനിക്കിതൊക്കെയാണ് ഇഷ്ടമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ യൂൻഗോയിലേക്കും, നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ട് ആയി അല്ലേ? അപ്പോൾ യൂനു പറയും, അതെ ആയി, അവളും ഊമയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് കേൾക്കുന്നേ യൂൻഗോയിലേക്കും. എന്നിട്ട് അപ്പോൾ നമ്മുടെ യൂനു പറയും, അവൾക്ക് പക്ഷേ പാട്ട് ഭയങ്കര ഇഷ്ടമായെന്ന്. ഉടനെ യൂൻഗോയിലേക്കും, അവൾ ഊമയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാട്ട് കേൾക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ യൂനു പറയും, എനിക്കും അതിൽ ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു ലുക്കും ഹാൻസംനെസ്സൊക്കെ കണ്ടിട്ട് അവൾ എന്നെ പോലെ അഭിനയിക്കുവാണെന്നാ. അങ്ങനെ ഇവരാണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം കാണിക്കുന്ന വേറൊരു സീനാണ്. അവിടെയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീട്ടിലായിട്ട് വന്ന ലേഡീനെ കാണിച്ചില്ലേ, അതേപോലെ തന്നെ സെല്ലോയും പിടിച്ചുകൊണ്ടുവന്നൊരു പെണ്ണിനെയും കാണിച്ചില്ലേ, അതേപോലത്തെ ഒരു തിനെ കാണിക്കും. അവളുടെ കയ്യിലും റെഡ് കളറിലെ സെല്ലോ ഉണ്ട്. അവളാണെങ്കിൽ ഒരു ഷോപ്പിലായിട്ട് വന്നിട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ആ ഷോപ്പിൽ നിൽക്കുന്ന ചെറുക്കനാണെങ്കിൽ ഇവളെ നല്ലതുപോലെ വായി നോക്കുന്നുണ്ട്. ഇവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻ എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ പെണ്ണിൻ്റെ പേര് സിയോങ് എന്നാണ്. ഇവനാണെങ്കിൽ നമ്മളുടെ ഈ സിയോങ് കുറച്ച് ഐസ്ക്രീം പറയുന്നേ, ഇവൻ അവൾ പറഞ്ഞതിനെക്കാട്ടി
കൂടുതൽ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് വലിയൊരു ഐസ്ക്രീം സെറ്റാക്കി കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്തായിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോങ് പറയും അതിന് ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ചാൻ പറയും അത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തയാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് എന്ന് പറയും. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മളുടെ സിയോങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ചെറുക്കം വന്നിട്ട് പറയും എടാ വേഗം ഇവിടെ ഒന്ന് ഓടിക്കോ, നിൻ്റെ ഗ്രാൻഡ്മ നിന്നെ തേടി നിൻ്റെ പുറകെ ഉണ്ട്, നിനക്ക് നല്ല അടി കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതിന് ചാൻ വേറെ ഒന്നും ആലോചിക്കത്തില്ല. അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കും. ഉടനെ തന്നെ അവൻ്റെ ഗ്രാൻഡ്മയാണെങ്കിൽ കയ്യിലായിട്ടൊരു വടിയും വെച്ചിട്ട് ഇവനെ അടിക്കാനായിട്ട് ഓടിക്കും. എന്നിട്ട് ചോദിക്കും നീ എന്ത് കുരുത്തക്കേടായി കാണിച്ചേക്കുന്നത്, നിൻ്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പഠിക്കാനല്ലേ പറഞ്ഞു, എന്നിട്ട് നീ എന്തിനാ ആവശ്യമില്ലാതെ വേറുള്ള കുട്ടികളുടെ ID കാർഡൊക്കെ വാങ്ങിച്ചിട്ട് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ ചാൻ ഇവിടെ ഓടിക്കൊണ്ട് എന്നിട്ട് പറയും അതെ ഞാൻ അങ്ങനെ ചെയ്തു, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്രാൻഡ്മേനെ നല്ലതുപോലെ നോക്കാനാ. ഇത് കേൾക്കുന്നേ ഗ്രാൻഡ്മ പറയും അങ്ങനെ ഇപ്പം നീ എന്നെ നല്ലതുപോലെ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇതിനെക്കാട്ടി നല്ലത് നീ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് അവർ നല്ലതുപോലെ ഇവനെ എടുത്തിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങും. ഇങ്ങനെ നമ്മുടെ ഈ ഗ്രാൻഡ്മയാണെങ്കിൽ ചാനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. അതേസമയം തന്നെ നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ യൂൻഗ്യോലിനെയും കാണിക്കും. അവർക്കാണെങ്കിൽ അവരുടെ അമ്മ മെസ്സേജ് അയച്ചിട്ട് പറയും മക്കളെ വേഗം തന്നെ നിങ്ങൾ വീട്ടിലോട്ട് വരണം, ഇവിടെയാണെങ്കിൽ ഒരു എമർജൻസി ഉണ്ട് എന്ന്. വന്ന് നോക്കുമ്പോൾ എന്തുവാ ഇവന്മാരെ അച്ഛനാണെങ്കിൽ അവിടെ അയാളുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് വെള്ളം അടിക്കുവാണ്. കൂട്ടത്തിൽ തന്നെ അയാളുടെ മക്കളെ പറ്റി നല്ലതുപോലെ പൊക്കി പറയുന്നുമുണ്ട്. അങ്ങനെ ഇയാൾ കുടിച്ച് ബോധം കെടുന്നത് വേഗം തന്നെ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ യൂൻഗേലും കൂടി ചേർന്നിട്ട് ഇയാളെ എടുത്തുകൊണ്ട് വന്ന് റൂമിലായിട്ട് കിടത്തും. എന്നിട്ട് ഇവന്മാർ പോകാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ എഴുന്നേറ്റിട്ട് നമ്മുടെ യൂൻഗേലിൻ്റെ അടുത്ത് പറയും എനിക്ക് നല്ലതുപോലെ അറിയാം എൻ്റെ 2 മക്കളും എന്നെ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല എന്ന്. എൻ്റെ 2ാമത്തെ മോനാണെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയല്ലേ, നീ ഉടനെ തന്നെ വലിയൊരു ഡോക്ടർ ആവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് 2പേർക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യവും ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ അവൻ്റെ അച്ഛൻ ഭയങ്കര ഇമോഷണലി സംസാരിക്കും. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന അവൻ്റെ കയ്യിലായിട്ട് നമ്മളുടെ ആ ഗിത്താർ വായിക്കുന്ന ആ ഒരു സ്റ്റബ് കണക്കത്തെ സംഭവമില്ലേ, അതുകൊണ്ട് ഇവൻ അത് നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇവൻ അവൻ്റെ ഗിത്താറിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവന് തന്നെ അറിയത്തില്ല അവൻ്റെ ലൈഫ് ഇപ്പം എങ്ങോട്ടാണ് പോകുന്നേ എന്ന്. പിന്നീട് കാണിക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് ഒരു ഹുഡിയൊക്കെ ഇങ്ങനെ തലയിൽ കൂടി ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അവൻ എന്നിട്ട് ഒരു സ്ട്രീറ്റിലായിട്ട് വന്നിട്ട് നല്ല കിടിലമായിട്ട് ഗിത്താർ വായിക്കും. ഈ ഗിത്താർ വായിക്കുന്ന കേൾക്കുന്ന അവന് ഒരുപാട് ഫാൻസും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും വന്നിട്ട് ഇവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. അതായത് നമ്മുടെ യുൻവു ആണെങ്കിൽ പകൽ സമയത്ത് അവൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയും രാത്രി ടൈമിൽ അവനവന് ഇഷ്ടപ്പെട്ട കാര്യവുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനിപ്പോൾ വായിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ചെറുക്കന്മാർ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും ദാ മാസ്ക് ഇട്ടവൻ വീണ്ടും വന്നിട്ടുണ്ട് എന്ന്. ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ബാൻഡിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ അങ്ങോട്ട് ആ ഗിത്താർ വായിച്ചു തരുന്നേ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് 3 പേർ കൂടി ചേർന്നിട്ട് ഒരു K-pop ബാൻഡുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിലേക്ക് നിന്നെ ആവശ്യമുണ്ട്, നിനക്ക് വല്ല ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ നീ വരുന്നോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ ഇവന്മാരുടെ കാസറ്റൊക്കെ എടുത്ത് നമ്മളുടെ യൂൻഗോയിലിൻ്റെ കൈ കൊടുക്കും. അത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും സോറി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഇതിൻ്റെ കൂടെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് സ്കിപ്പാവാൻ നോക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിലിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവനിങ്ങനെ ആലോചിക്കും ഞാനിത് വിട്ട് കളഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവന്മാരെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ഇവന്മാരത്ത് വന്നിട്ട് പറയും എനിക്കിത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്, നിങ്ങൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അതായത് എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് തന്നെ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്ത്, അവർ പറയുന്ന അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ അവൻ പഠിക്കുവാണ്, അവൻ്റെ പഠിത്തത്തിനെ ഇത് ബാധിക്കാൻ പാടില്ല. അങ്ങനെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുന്നേയും ആ ബാൻഡിലുള്ള 3 പേര് പറയും ഓക്കെ ഞങ്ങൾ അതൊക്കെ സമ്മതിച്ചു തന്നു, നിൻ്റെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മറ്റേ ചാനില്ലേ അവനെയാണ്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം റിവീലാക്കുന്നത്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ 2 ടൈമിലുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ചാൻ എന്നൊക്കെ പറയുന്നത് പാസ്റ്റിലുള്ള സീനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ യൂൻഗോ എന്നൊക്കെ പറയുന്നത് പ്രസന്റിലുള്ള സീനും. അവിടെയാണെങ്കിൽ നമ്മുടെ ഈ ചാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും എനിക്ക് ആ സിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമായി, ഞാൻ അവളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന്. ഉടനെ അവൻ്റെ ഫ്രണ്ട് പറയും നീ ഇത് എന്ത് പൊട്ടത്തരാ പറയുന്നത്, അവളാണെങ്കിൽ പഠിക്കുന്നത് തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സ്കൂളിലാണ്, ആ സ്കൂളിലുള്ള എല്ലാ റിച്ച് ആയിട്ടുള്ള ചെറുക്കന്മാരെയും അവളുടെ പുറകെ തന്നെ നടക്കുന്നത്, അവൾ അത്രയ്ക്കും പോപ്പുലറാണ്, എന്നിട്ടാണോ നീ ഈ സ്കൂളിൽ പഠിച്ചിട്ട് അവളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഉടനെ നമ്മുടെ ചാൻ പറയും എടാ എല്ലാത്തിനും ഒരു അവസരമില്ലേ, ഉറപ്പായിട്ടും ഞാൻ അവളെ വളച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സിയോങ് ഇല്ലേ, അവളാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവളുടെ അമ്മ ഒരു നോട്ട്
നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്, മോളെ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, നീ നല്ലതുപോലെ കിടിലായിട്ട് ഒരുങ്ങി വരണോ എന്ന്. അവൾ അങ്ങനെ ആ പാർട്ടിക്കായിട്ട് വരും. സത്യം പറഞ്ഞ് ഇവളെ ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മളുടെ ചാനും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടില്ലേ ഇവന്മാർ രണ്ടുപേരും വന്നിട്ടുണ്ട്. രണ്ടെണ്ണം ഒളിച്ചും പാത്തുവാൻ നിൽക്കുന്നത്. ഇവന്മാരെ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നാലും നമ്മുടെ ചാൻ അങ്ങനെ ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു ലക്ഷണം ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ആ പ്രോഗ്രാമിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും, എടാ നീ കയറുന്നതിന് മുന്നേ ആയിട്ട് കണ്ടോ ആ കോട്ട് സൂട്ട് ഇട്ട് നിൽക്കുന്നവനെ കണ്ടില്ലേ, അവൻ്റെയും അതേപോലെ തന്നെ സിയോങ്ങിൻ്റെയും കല്യാണം ഉറപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് നീ അവിടേക്ക് ചെന്നിട്ട് യാതൊരു പ്രയോജനം ഇല്ല എന്ന് പറയും. എന്നാൽ നമ്മുടെ ചാൻ അങ്ങനെ ഗീവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, എടാ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ മതിലും ചാടി നമ്മളുടെ ഈ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഒളിച്ചു നിൽക്കും. പെട്ടെന്ന് തന്നെ സിയോങ്ങിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും, അല്ല നീ ആരാ, നിന്നെ ആരാ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ചാനിനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ സിയോങ് അവിടേക്ക് വന്നിട്ട് പറയും, ഞാനാണ് അവനെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നേ ചാനിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നതും സിയോങ് ചോദിക്കും, നീ ആ ഷോപ്പിലുള്ള ചെറുക്കനല്ലേ എൻ്റെ പുറകെ നടന്നവൻ, എന്തിനാ നീ ഇപ്പം എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയത്? ഉടനെ നമ്മുടെ ചാൻ പറയും, അത് എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫീലിങ്സ് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ നമ്മുടെ ചാനിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ അവനെ നോക്കിയിട്ട് പറയും, അതെ ആദ്യമേ നീ കൺഫസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നീ നിൻ്റെ പാൻറ്റിൻ്റെ സിബ് പിടിച്ചിടുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര നാണം കെട്ടും. അവൻ വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പ്രസന്റിലുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂൻകോയിനില്ലേ, അവനാണെങ്കിൽ അവൻ്റെ ടീമിൻ്റെ കൂടെ നല്ലതുപോലെ പെർഫോമൻസ് ചെയ്യുന്നയാ. അവരാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ചാൻസസ് ഒന്നും വെറുതെ കളയത്തില്ല. അവർ കിട്ടുന്നിടത്ത് എല്ലാം പോയി നല്ലതുപോലെ പെർഫോം ചെയ്യും. എല്ലാവരും നമ്മളുടെ യൂൻകോയിൻ്റെ ഫാനാവും. അവനാണെങ്കിൽ മാസ്ക് ഇട്ടിട്ടാണ് കേട്ടോ നല്ലതുപോലെ ഗിത്താറൊക്കെ വായിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കമ്പനി കാണിക്കും, അതായത് MG എന്ന് പറയുന്ന ഒരു കമ്പനി. അവിടെയാണെങ്കിൽ അവിടുത്തെ ഡയറക്ടർ അയാളുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെ വേണം, നമ്മളുടെ കമ്പനി ഇപ്പോൾ നല്ലതുപോലെ താന്നു പൊയ്ക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് കയറി വരാൻ നല്ലൊരു ടീമിനെ തന്നെ വേണോ എന്ന്. അതേപോലെ തന്നെ അവിടെ മുടി വളർത്തിയ ഒരാളുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അയാളുടെ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയും, അതായത് നമ്മുടെ യൂൻകോയിൻ്റെ ഒക്കെ ടീമില്ലേ അവരുടെ വീഡിയോ നല്ലതുപോലെ ഇൻ്റർനെറ്റിലൊക്കെ വൈറലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മാസ്ക് ഇട്ട ചെറുക്കാൻ കൊള്ളാം, അവനെ പോലത്തെ ഒരാൾ നമ്മളുടെ ടീമിലുണ്ട് എന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും, നമുക്ക് ഈ ടീമിനെ കൺസിഡർ ചെയ്താലോ എന്ന്. ഇത് കേൾക്കുന്നേ അയാളും ഇങ്ങനെ ഒന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ യൂൻകോയിൻ്റെ ടീമാണെങ്കിൽ വേറൊരു പെർഫോമൻസ് ചെയ്യുന്നതാണ്. അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ബാറിൻ്റെ ഓണർ വന്നിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് 2 ന്യൂസ് ഉണ്ട്, ഒന്നൊരു സാഡ് ന്യൂസുമാണ്, അതേപോലെ തന്നെ ഒന്നൊരു ഗുഡ് ന്യൂസുമാണ്. അങ്ങനെ അയാൾ പറയും, ഇനി മുതൽ നിങ്ങളിവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെ ഞാൻ പിരിച്ചു വിടുക എന്ന്. കൂട്ടത്തിൽ തന്നെ അയാൾ പറയും, നിങ്ങളെ MG എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ബാൻഡാണെങ്കിൽ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സന്തോഷം. നമ്മുടെ യൂൻകോയിലിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവനിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ അവൻ വലിയൊരാളാവും എന്നല്ലേ. പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അവനൊരു മെസ്സേജ് വരും. എന്നിട്ട് പറയും, വേഗം തന്നെ നീ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തണം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻകോയിലിൻ്റെ അച്ഛന് ഇപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അയാളുടെ അടുത്തിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ആ വീടിൻ്റെ ഓണറായിട്ടുള്ള ആ ലേഡി ഇല്ലേ, അവർ തന്നെയാണ്. അവരാണെങ്കിൽ ഇവിടെ പോലീസിൻ്റെ അടുത്ത് പറയും, ഞാൻ തന്നെയാണ് ഇയാളെ ഇടിച്ച വണ്ടി ഓടിച്ചതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻകോയിലിൻ്റെ അച്ഛൻ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻകോയിൽ അവിടേക്ക് വരും. അപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് പറയും, അതായത് ഇവരുടെ മോനായിട്ടുള്ള ബിയോങ് തന്നെയാണ് വണ്ടി ഓടിച്ചത്, എന്നിട്ട് ഇവരാ കുറ്റം ഏറ്റെടുക്കുക എന്ന്. അങ്ങനെ നമ്മളുടെ യൂൻകോയിൽ ഈ സത്യമൊക്കെ അവിടെ പോലീസുകാർ പറയും. അവർ പറയും, ഞങ്ങൾ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുക എന്ന്. അങ്ങനെ ഇവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻകോയിലിൻ്റെ അച്ഛൻ യൂൻകോയിലിൻ്റെ അടുത്ത് പറയും, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ സൈൻ ലാംഗ്വേജിൽ നമ്മുടെ യൂൻകോയിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഡി ചോദിക്കും, നിൻ്റെ അച്ഛൻ എന്തുവായി പറയുന്നതെന്ന്. അങ്ങനെ നമ്മുടെ യൂൻകോയിൽ അവരുടെ അടുത്ത് പറയും, അതായത് മുന്നേ നിങ്ങളുടെ വീട് തീ കത്തിയപ്പോഴും നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മോനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് വഷളായി പോകും എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ ലേഡിക്ക് അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻകോയിലിൻ്റെ ആ ബാൻഡിലെ ടീമില്ലേ, അവരെല്ലാവരും അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അവർ വിചാരിക്കും, എന്നാൽ ഇവൻ ഒരു വാക്ക് പോലും പറയാതെ ഇതെവിടേക്കാണ് പോയേ എന്ന്. അങ്ങനെ നമ്മുടെ യൂൻകോയിൽ തിരിച്ച് അവൻ്റെ ആ ബാൻഡിലോട്ട് വരുന്നേ അവിടെയുള്ള ടീംമേറ്റ്സ് എല്ലാം ഇവൻ്റെ അടുത്ത് ദേഷിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നീ എന്തോ വിചാരിച്ചേക്കുന്നത്, നീ വന്നത് കാരണമാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്നത് എന്നാണോ, അതുകൊണ്ടാണോ നീ ഞങ്ങളെ ഇങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നത്, നിനക്ക് എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻകോയിലൊന്നും പറയാൻ പറ്റത്തില്ല. ഉടനെ തന്നെ അതിനകത്തുള്ളൊരു ടീംമേറ്റ് വന്നിട്ട് ഇവൻ്റെ കൂടെ നല്ലതുപോലെ അടികൂടും. എന്നിട്ട് ഇവന് നല്ലൊരു ഇടിയും വെച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാത്ത, നിനക്ക് എന്താ ഈ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ
എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂൻഗോയിൽ അവരുടെ അടുത്ത് പറയും, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന്. അതിനൊരു റീസൺ ഉണ്ട്. എന്നെ കാരണം പണ്ടൊരിക്കൽ എൻ്റെ ഫാമിലി നല്ല കഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സംഭവം റിപ്പീറ്റ് ആവരുത് എന്ന് വെച്ചിട്ട് ഞാൻ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ഇനി മുതൽ ഇതിൽ പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോലിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ പുറത്തോട്ട് ഇറങ്ങുന്നതും ഈ ബാൻഡിൽ തന്നെയുള്ള വേറൊരുത്തം വന്നിട്ട് യൂൻഗോലിൻ്റെ അടുത്ത് പറയും, എനിക്ക് മനസ്സിലായി നിന്റെ സിറ്റുവേഷൻ, നിന്റെ മനസ്സ് എന്നാണോ മാറുന്നത് അന്ന് നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് എല്ലാം നേരെയാക്കാം എന്നൊക്കെ പറയും. നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവൻ്റെ സ്കൂളിലായിട്ട് വരുന്നേയും അവിടെ അവൻ്റെ അമ്മ ഇരിക്കുന്നത് കാണും. അവൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ ഹീറോ എടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് പറയും, മോനെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറയാം, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന്. എന്നാൽ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ എന്ത് പറയണമെന്ന് മനസ്സിലാവത്തില്ല. അവൻ നല്ല സങ്കടത്തിലായിരുന്നു. അവൻ അങ്ങനെ വേഗം തന്നെ നമ്മളുടെ ആ മുത്തശ്ശൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷോപ്പില്ലേ അവിടെയായിട്ട് വന്നിരിക്കും. ആ ഷോപ്പൊന്നും ഇപ്പോൾ ഇല്ല, പകരമായിട്ട് അവിടെ പുതിയൊരു ബിൽഡിംഗ് ആണല്ലോ ഉള്ളത്. അവിടേക്ക് ഒരു ലേഡി ഇങ്ങനെ ഇറങ്ങി വരും. അവർ കാണുന്നേ നമ്മളുടെ നായകനടുത്ത് ചോദിക്കും, എന്ത് പറ്റി, നീ എൻ്റെ മോളുടെ പുറകെ നടക്കുന്ന ചെറുക്കനാണോ എന്ന്. അപ്പോൾ അവൻ പറയും, അല്ല, മുമ്പ് ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഞാനിവിടെ വന്നിട്ടുണ്ട്, എനിക്കാണെങ്കിൽ ഇവിടെയുള്ള ആ അപ്പൂപ്പനെ അറിയാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ ആ ലേഡി ഭയങ്കര ഷോക്കായി പോകും. അവർ ചോദിക്കും, നീ യൂൻഗോയിലാണോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ലേഡി വേറെ ആരുമല്ല, നമ്മുടെ യൂൻഗോയിൽ പണ്ട് ഇവിടെ വന്ന് നിന്ന് കരയാൻ നേരത്ത് 2 പേര് കയറിപ്പോത്തില്ലേ, അതിനകത്തുള്ള ആ ലേഡി തന്നെയാണ്. അവർ പറയും, നിനക്ക് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ യൂൻഗോലിനെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, എൻ്റെ അച്ഛനാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് നിനക്ക് തരണമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ഗിത്താർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിതാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഗിത്താർ ഉണ്ടോയെന്ന് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഇമോഷണൽ ആവും. അങ്ങനെ അവൻ വീണ്ടും ആ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവനങ്ങനെ ആ ബാൻഡിൽ വന്നിട്ട് നല്ലതുപോലെ ഗിത്താറൊക്കെ പ്ലേ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാസ്റ്റിലുള്ള സീനാണ്. നമ്മുടെ ചാനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അയാളും അവൻ നിൽക്കുന്ന ആ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ അയാളുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ചാൻ പറയും, എനിക്ക് എന്ത് വേണമെന്നറിയത്തില്ല, എനിക്കാണെങ്കിൽ എൻ്റെ ആ ക്രഷിനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. ഉടനെ തന്നെ ആ മുടിയനാണെങ്കിൽ പറയും, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു ബാൻഡ് തന്നെ ഫോം ആക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെങ്കുച്ചുങ്ങൾക്കെല്ലാം ഈ ഗിത്താർ വായിക്കും, അതേപോലെ തന്നെ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ചെറുക്കന്മാരത് ഒരു പ്രത്യേകതരം ഇഷ്ടമാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ആലോചിക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി മുതൽ വല്ല ബാൻഡിലും ജോയിൻ ചെയ്യാൻ പോവുക എന്ന്. അതേസമയം തന്നെ നമ്മുടെ സിയൂങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ അവിടെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്കാണെങ്കിൽ ബാൻഡിലുള്ള ചെറുക്കന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന്. അതേപോലെ തന്നെ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നേയും അവിടെയായിട്ട് വേറൊരു പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. അവളെ എല്ലാവരും ബുള്ളി ചെയ്യും കേട്ടോ. എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല. അവൾ അങ്ങനെ കയ്യിൽ ഒരു ബക്കറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നേ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഇവളുടെ കാലിൽ തട്ടി മറിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കും. ഇവൾ തെറിച്ച് വന്ന് വീഴും. കൂട്ടത്തിൽ തന്നെ ഇവളുടെ കയ്യിലിരിക്കുന്ന ആ ബക്കറ്റും വെള്ളവും ഇല്ലേ, അത് ഡയറക്റ്റ് വന്ന് വീഴുന്ന വേറെ ആരുടെയും ദേഹത്തല്ല, നമ്മുടെ സിയൂങ്ങിൻ്റെ ദേഹത്താണ്. അവളാണെങ്കിൽ പറയും, കുഴപ്പമില്ല എന്നും പറയട്ടെ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് വന്ന് സമാധാനിപ്പിച്ച് സംസാരിക്കാൻ ഒരുങ്ങും. എന്നാൽ ഇവളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങ് എണീറ്റ് പോവും, അതായത് ആ ഹെഡ്സെറ്റ് വെച്ച പെണ്ണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സിയൂങ് വാഷ്റൂമിൽ വന്നിട്ട് അവളുടെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന പെട്ടെന്ന് തന്നെ ആ ഹെഡ്സെറ്റ് വെച്ച പെണ്ണില്ലേ, അവളാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് നമ്മുടെ സിയോങ്ങിന് ഒരു ടീഷർട്ട് എടുത്തു കൊടുക്കും. അതായത് നമ്മൾ ഈ ബാൻഡിൻ്റെയൊക്കെ ഫാൻസ് ഇടുന്ന ടീഷർട്ടില്ലേ, അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ടീഷർട്ടാണ്. അതാണെങ്കിൽ നമ്മുടെ സിയോങ്ങിന് കൊടുക്കുന്നതും അവൾ വേറൊരു മാർഗ്ഗമില്ലാതെ ആ ടീഷർട്ട് എടുത്തങ്ങ് ഇടും. അങ്ങനെ അവൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അവിടെ എല്ലാ ചെറുക്കന്മാരും ഇവളെ കാണുന്നതും വന്ന് വട്ടം കൂടും. അതായത് നീ ആണെങ്കിൽ ഏതെങ്കിലും ബാൻഡിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതേസമയം തന്നെ നമ്മുടെ ചാനും അവിടേക്ക് വരും. അവനും ഇതേ ടീഷർട്ട് തന്നെ ഇട്ടേക്കുന്നത്. അവനാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ സെയിം ടീഷർട്ടാണ് ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ സംസാരിക്കാനായിട്ട് വരും. അതേ ടൈമിൽ തന്നെ നമ്മളുടെ ആ ഹെഡ്സെറ്റ് വെച്ച പെണ്ണില്ലേ, അവളും സൈഡിൽ നിന്നിട്ട് ഇതെല്ലാം നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ യൂൻഗോയിലും അതേപോലെ തന്നെ അവൻ്റെ ബ്രദറും പേരൻസും എല്ലാവരും കൂടി ഫുഡ് കഴിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ പറയും, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം, എനിക്കാണെങ്കിൽ ഒരുപാട് ഫോട്ടോസും ഫൂട്ടേജസും ഒക്കെ എടുക്കാനുണ്ട്. ആ ലേഡി ആണെങ്കിൽ ഇപ്പോൾ കള്ളത്തരല്ലേ പറഞ്ഞേക്കുന്നത്, അവരാണ് വണ്ടി ഓടിച്ചത് എന്ന്. എനിക്കത് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം, അവരങ്ങനെ ചെയ്തിട്ടില്ല, അവർ കള്ളം പറയുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ ഇന്ന് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവിടെ പറയും, എനിക്കിന്ന് പറ്റത്തില്ല, ഞാൻ കുറച്ച് ബിസിയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിലിൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് പറയും, അതെ ചേട്ടനെന്ന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാകും. അവൻ്റെ ബ്രദറിനെ താഴോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കും,
അല്ല നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്തത്? അപ്പോൾ നമ്മളുടെ യൂനു പറയും എന്താന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാം, നീ ആണെങ്കിൽ സ്പൈൻ 9 എന്ന് പറയുന്ന ഒരു ബാൻഡിൽ ജോയിൻ ചെയ്തതും നീ ഇപ്പോൾ പെർഫോമൻസ് ചെയ്യുന്നതും എല്ലാം അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര പോപ്പുലർ ആണല്ലോ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോലിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവനാണെങ്കിൽ ഇവൻ്റെ ആ ബാൻഡിലായിട്ട് ചെല്ലുന്നേ. അവിടെയാണെങ്കിൽ മെയിൻ വോക്കലിസ്റ്റ് ആയിട്ടുള്ള ചെറുക്കൻ ഇപ്പോൾ നല്ലതുപോലെ പനി പിടിച്ചു കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ടീമേറ്റ്സ് പറയും ഇവനിന്ന് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നീയാണ് ഇന്ന് നമ്മളുടെ ബാൻഡിൽ പാട്ട് പാടേണ്ടത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാകും. വേഗം തന്നെ അവനാണെങ്കിൽ ഈ ടീമേറ്റിന് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവും. ഇവ മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്നേയും നമ്മുടെ മറ്റേ ആക്സിഡൻ്റ് ആക്കിയ ആ ലേഡിയിലെ ഹൗസ് ഓണർ അവരാണെങ്കിൽ നമ്മുടെ യൂൻഗോലിനെ കാണും. ഇവനെ ഫോളോ ചെയ്തിട്ട് വരും. ഇവനാണെങ്കിൽ അവൻ്റെ ആ ടീമേറ്റിന് മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നേയും അവനാണെങ്കിൽ കയ്യിൽ വെച്ചിരുന്ന സിഗരറ്റ് നമ്മളുടെ യൂൻഗോലിൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. ഇവരിതെല്ലാം ദൂരെ നിന്ന് കണ്ട് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും. അതായത് നമ്മുടെ യൂൻഗോയിൽ ഇപ്പോൾ സിഗരറ്റ് വലിക്കും, അവനാണെങ്കിൽ കഞ്ചാവിൻ്റെ ഏർപ്പാടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോലിൻ്റെ അച്ഛനാണെങ്കിൽ കേസിൻ്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതാണ്. പോലീസുകാർക്ക് ഇപ്പോൾ തെളിവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ലേഡിയുടെ മോനായിട്ടുള്ള ബിയോങ് തന്നെയാണ് ആക്സിഡൻറ്റ് നടത്തിയത് എന്ന്. ഇതൊക്കെ കേട്ടിട്ട് അവർ നല്ല ദേഷ്യത്തിലായിരുന്നു. അവർ നമ്മളുടെ യൂൻഗോലിൻ്റെ അച്ഛനടുത്ത് പറയും അല്ല നിങ്ങൾ എൻ്റെ മോനെ കുറ്റം പറയുന്നു, നിങ്ങളുടെ മോൻ എന്തോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അവനാണെങ്കിൽ ഇപ്പോൾ സിഗരറ്റ് വലിയും കഞ്ചാവും എല്ലാം ഉണ്ട്, അവനില്ലാത്ത ദുശീലം ഒന്നും ഇല്ലാന്ന് അവരാണെങ്കിൽ ആ കൂടെ നിന്ന് ആ ലേഡി എടുത്ത് പറയും. സത്യം പറഞ്ഞാൽ ആ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂൻഗോലിൻ്റെ അച്ഛന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് കേട്ടോ, അതായത് സൈൻ ലാംഗ്വേജിൽ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോലിൻ്റെ അച്ഛൻ ഭയങ്കര ഷോക്കാകും. അയാൾ വേഗം തന്നെ ഇവനെ കാണാൻ വേണ്ടിയിട്ട് അവനെ തേടി വരാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവിടെ നല്ല കിടിലമായിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അവനാണ് ഇപ്പോൾ മെയിൻ വോക്കലിസ്റ്റ്. അവൻ നല്ലതുപോലെ പാട്ടൊക്കെ പാടും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോലിൻ്റെ അച്ഛനും അവിടേക്ക് വരും. ഇവിടുത്തെ ഈ മ്യൂസിക് ഷോ ഒക്കെ കംപ്ലീറ്റ് ആവുന്നതും ഇവൻ്റെ അച്ഛൻ വന്നിട്ട് ഇവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞിട്ട് ചോദിക്കും നീ എന്തോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ചത് നീ വലിയ ഒരു ഡോക്ടർ ആവുക എന്നാ, എന്നിട്ട് നീ ഇപ്പം നിൻ്റെ പഠിത്തമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഞ്ചാവടിയും അതേപോലെ തന്നെ ഗിത്താർ വായനയൊക്കെ ആയിട്ട് നടക്കുവാണല്ലേ. ഉടനെ തന്നെ നമ്മളുടെ യൂൻഗോയിൽ പറയും ആരാ പറഞ്ഞത് ഞാൻ സിഗരറ്റ് വലിക്കുമെന്നൊക്കെ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നല്ലതുപോലെ പഠിക്കുന്നുമുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ സംഭവം ചെയ്യുന്നത് എന്ന് പറയും. എന്നാൽ ഇവൻ്റെ അച്ഛനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവൻ്റെ അച്ഛൻ ചോദിക്കും എന്നിട്ട് എന്താ നീ ഇത് ഞങ്ങളുടെ അടുത്ത് ഇത്രയും കാലമായിട്ട് പറയാഞ്ഞ്? പെട്ടെന്ന് തന്നെ യൂൻഗോയിൽ പറയും അതിന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഞാൻ വായിക്കുന്ന ഗിത്താർ കേൾക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ ദേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഒരു കാടിൻ്റെ അടുത്തായിട്ട് എത്തുന്നതും അവൻ ഭയങ്കര സങ്കടപ്പെട്ട് അവൻ്റെ കയ്യിരിക്കുന്ന ആ ഗിത്താറില്ലേ അത് അടിച്ച് പൊട്ടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ മനസ്സിലാവും ഇവിടെ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് എന്ന്. എപ്പോഴും ആകാശത്ത് ഒരു ചന്ദ്രനെയല്ലേ നമ്മൾ കാണത്തുള്ളൂ. എന്നാൽ നമ്മുടെ യൂൻഗോയിൽ ഈ ഗിത്താർ അടിച്ച് പൊട്ടിക്കാനായിട്ട് ഒരുങ്ങുന്നത് പെട്ടെന്ന് തന്നെ ആ ചന്ദ്രൻ സ്പ്ലിറ്റായിട്ട് രണ്ടായിട്ട് കാണിക്കും. അവൻ്റെ നിഴലും ഇപ്പോൾ രണ്ടായിട്ടാണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ എന്തുവാ സംഭവം ഒന്നും മനസ്സിലാവത്തില്ല. ഇവനിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷോപ്പ് കാണും. ഇവൻ അങ്ങനെ വേഗം തന്നെ അവിടേക്ക് കയറി വരും. വന്ന് കയറിയിട്ട് അവൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുവാ മുമ്പ് ആ അപ്പൂപ്പൻ നടത്തിക്കൊണ്ടിരുന്ന ആ ഷോപ്പില്ലേ സെയിം അതേപോലത്തെ ഒരെണ്ണമാണ്. അപ്പോൾ അവൻ പറയും ഇതേപോലത്തെ ഒരു ഷോപ്പ് എനിക്കും അറിയാം, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ കടയുടെ ഓണർ പറയും ഈ ഷോപ്പിൻ്റെ കണക്ക് ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ, നീ ഇത് വേറെ എവിടെയും കാണാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളുടെ യൂൻഗോലിൻ്റെ കയ്യിലായിട്ട് ആ ഗിത്താർ ഇരിക്കുമല്ലേ. അപ്പോൾ അയാൾ ചോദിക്കും നീ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അതെ എന്ന് പറയും. അങ്ങനെ അയാളാണെങ്കിൽ ഇവൻ്റെ കയ്യിരുന്ന ആ ഗിത്താർ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് ഇവന് പൈസയും കൊടുക്കും. അയാൾ പറയും ഇത്രയും പണം നീ കൈ വെച്ചോ, ബാക്കി ഞാൻ നിനക്ക് പിന്നെ തന്നോളാം എന്നും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഇവൻ്റെ കയ്യിലായിട്ടൊരു രസീതും കൊടുക്കും. എന്നിട്ട് പറയും ഇത് നീ ഒരിക്കലും കളയരുത്, ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്കൊരിക്കലും എൻ്റെ ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇത് നീ മനസ്സിൽ വെച്ചേക്കണം. നിനക്ക് പിന്നീട് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ആയിട്ട് ഈ ഗിത്താർ വിൽക്കണ്ടായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ നമ്മളുടെ യൂൻഗോയിലിന് ഓരോരോ അഡ്വൈസ് ഒക്കെ കൊടുക്കും. നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഈ ഗിത്താർ പോട്ടെ എന്നുള്ള രീതിയിലല്ലേ ഇവിടെ വന്നേക്കുന്നത്. അവൻ അങ്ങനെ പൈസയും ഈ റെസിപ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ആ ഡോറ് തുറക്കുമ്പോൾ എന്തുവാ ഇത്രയും നേരം അവനാണെങ്കിൽ നിന്നത് രാത്രി സമയത്തല്ലായിരുന്നോ? എന്നാൽ ഡോറ് തുറന്നിറങ്ങുന്നതും അവിടെ നല്ല പട്ടാപ്പകൽ വെട്ടമായിരുന്നു. നമ്മളുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കായി പോവും. അവനാണെങ്കിൽ ഇറങ്ങി വന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഷോപ്പിൽ നിന്നല്ലായിരുന്നോ? എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ അതാണെങ്കിൽ ഒരു ബുക്ക് സ്റ്റോളാണ്. ഇവൻ എന്തോ സംഭവം എന്ന് കൂടി മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് ഇവനെ ഇടിച്ചിട്ടിട്ട് അവിടെയാണെങ്കിൽ ഒരു പത്രവും താഴേക്ക് വീഴും. ഇവൻ ആ പത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്തുവാ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1994 ആണ്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ അവനാണെങ്കിൽ ഒരു ഡോർ അങ്ങോട്ട് ക്രോസ് ചെയ്തതും പെട്ടെന്ന് തന്നെ ടൈം ട്രാവൽ ചെയ്ത് പണ്ടത്തെ വർഷത്തിലോട്ടാ വന്നേക്കുന്നത്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവനിങ്ങനെ അന്തം വിട്ട് നിൽക്കും. അതേസമയം തന്നെ നമ്മുടെ ചാനും അവൻ്റെ ഫ്രണ്ടും കൂടി അവിടേക്ക് നടന്നു വരും. വേഗം തന്നെ നമ്മളുടെ ഈ ചാനാണെങ്കിൽ യൂൻഗോലിനെ കാണുന്നേയും ഇവനെ അറിയുന്ന പോലെ വന്ന് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഡോങ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോലിനൊന്നും മനസ്സിലാവത്തില്ല. അവനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഈ ചാനിൻ്റെ പേര് അവൻ്റെ നെയിം ബാഡ്ജിൽ കാണും. അതായത് കറക്റ്റ് അവൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ്. അവൻ്റെ അച്ഛൻ്റെ ചെറിയൊരു കട്ടുമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോലിന് മനസ്സിലാവും ഇത് വേറെ ആരുമല്ല അവൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന്. വേഗം തന്നെ അവനാണെങ്കിൽ അച്ഛ എന്ന് വിളിക്കാനായിട്ട് ഒരുങ്ങും. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് എൻഡിങ്ങോടുകൂടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.